ഹലോ ഫ്രണ്ട്സ്, ജൂറിസ്പ്രുഡൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റൈറ്റ്, ലിബർട്ടി, പവർ, ഇമ്മ്യൂണിറ്റിയെ പറ്റിയാണ്. സാൽമണ്ടിൻ്റെ അഭിപ്രായത്തിൽ റൈറ്റ് എന്ന് പറഞ്ഞ വേർഡ് അതിൻ്റെ ജനറിക് സെൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ പൊതുവായ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? ബി ഡിഫൈൻഡ് ടു മീൻ എനി അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ് വിച്ച് ഈസ് ഇൻ എനി മാനർ കൺഫേർഡ് അപ്പോൺ എ പേഴ്സൺ. ഓക്കെ, ഒരു വ്യക്തിയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജോ ബെനിഫിറ്റോ ഏതെങ്കിലും ഒരു മാനറിൽ കൺഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എങ്ങനെ? ബൈ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച. നമ്മളുടെ സ്റ്റേറ്റിൽ എന്താണ് ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന എന്താണ്? റൂളാണ്, ലോയാണ് സ്റ്റേറ്റിനെയും ബാക്കി എല്ലാ പൊളിറ്റിക്കൽ അതോറിറ്റിയെയും എല്ലാവരെയും എന്ത് ചെയ്യുന്നത്? റൂൾ ചെയ്യുന്നത് എന്താണ്? നിയമമാണ്, നിയമവാഴ്ചയാണ് നമ്മളുടെ സ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാൽമണ്ടിൻ്റെ അഭിപ്രായത്തിൽ റൈറ്റ് എന്ന് പറഞ്ഞ വേർഡ് അതിൻ്റെ ജനറിക് സെൻസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തർത്ഥമാക്കാൻ വേണ്ടിയാണ്? ഒരു വ്യക്തിക്ക് റൂൾ ഓഫ് ലോ വഴി ഏതെങ്കിലും തരത്തിലൊരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റോ കൺഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, റൈറ്റിൻ്റെ വൈഡർ സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ക്ലെയിം എന്ന് പറയുമ്പോൾ റൈറ്റ് ഇൻ ഇറ്റ്സ് സ്ട്രിക്റ്റ് സെൻസ്, ലിബർട്ടി എന്ന് പറയുമ്പോൾ പ്രിവിലേജ്, പവർ ആൻഡ് ഇമ്മ്യൂണിറ്റി. ഇത്രയും കാര്യങ്ങൾ എന്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്? റൈറ്റ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ വൈഡർ സെൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഓരോന്നും നോക്കാം. ക്ലെയിം അല്ലെങ്കിൽ റൈറ്റ് ഇൻ ഇറ്റ് സ്ട്രിക്റ്റ് സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ റെഫർ ടു ആൻ ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോയർ. നിയമം റെക്കഗ്നൈസ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലെയിം അല്ലെങ്കിൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലെയിം അല്ലെങ്കിൽ റൈറ്റ് സ്ട്രിക്റ്റ് സെൻസിൽ എന്താണ് റെഫർ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോയർ. ഇനി ഈ റൈറ്റിൻ്റെ കോ റിലേറ്റീവ് എന്താണ്? ഡ്യൂട്ടിയാണ്, അല്ലേ? ഡ്യൂട്ടി ഈസ് ദ കോ റിലേറ്റീവ് ഓഫ് ക്ലെയിമും റൈറ്റും ഒന്നാണ്. ക്ലെയിം എന്ന് പറഞ്ഞാൽ റൈറ്റിനെ ഇച്ചിരിയും കൂടെ സ്ട്രിക്റ്റ് സെൻസിൽ പറയുന്നു. അപ്പോൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലെയിമിൻ്റെ എന്താണ്? കോ റിലേറ്റീവാണ്. ഇപ്പം ഒരു സ്ത്രീ, ഒരു വിമൺ ഒരാളെ മാരി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ വിമണിന് എന്തോ ഉണ്ട്? ആ വിമണിന് മെയിൻ്റനൻസ് കിട്ടാനുള്ള അധികാരമുണ്ട്. ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നും മെയിൻ്റനൻസ് കിട്ടാനുള്ള അധികാരം ആ സ്ത്രീക്കുണ്ട്. റൈറ്റ് ഓഫ് ദ വൈഫ് ടു ഗെറ്റ് മെയിൻ്റനൻസ് ഫ്രം ഹെർ ഹസ്ബൻഡ് ഈസ് ഹെർ ക്ലെയിം. അപ്പോൾ ഈ വൈഫ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നും മെയിൻ്റനൻസ് വാങ്ങിക്കുമല്ലോ, ആ ഒരു റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലെയിം എന്ന് പറയുന്നത്. ദ കോ റിലേറ്റീവ് ഓഫ് വൈഫ് ക്ലെയിം ഫോർ മെയിൻ്റനൻസ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഹസ്ബൻഡ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ വൈഫിൻ്റെ ക്ലെയിമിന് കോ റിലേറ്റീവായിട്ട് വരുന്നത്? ഹസ്ബൻഡ് എന്ത് ചെയ്യുക? ആ മെയിൻ്റനൻസ് പേ ചെയ്യുക എന്നുള്ളതാണ്. ആ പേ ചെയ്യുന്നത് എന്താണ്? ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? ഇവിടെ വൈഫിന് ഒരു ക്ലെയിം കിട്ടാനുള്ള അർഹതയുണ്ട്, അല്ലെങ്കിൽ ഒരു റൈറ്റ് മെയിൻ്റനൻസ് കിട്ടാനുള്ള അർഹതയുണ്ട്. ഇത് കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? ക്ലെയിമും ഡ്യൂട്ടിയും എന്താണ്? കോ റിലേറ്റീവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്തതാണ് ലിബർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവൻ പ്ലീസ് ചെയ്യുന്ന പോലെ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതെ ഇരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യത്തിനെയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ലിബർട്ടിയെ പ്രിവിലേജ് എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ആബ്സെൻസ് ഓഫ് എ ലീഗൽ ഡ്യൂട്ടി. ഒരു ലീഗൽ ഡ്യൂട്ടിയുടെ ആബ്സെൻസിൽ നിന്നുമാണ് ഈ ഒരു ബെനിഫിറ്റ് ഡിറൈവായി വരുന്നത്. ഒരു പേഴ്സണ് എന്തുണ്ട്? രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങാനുള്ള ലിബർട്ടി അല്ലെങ്കിൽ പ്രിവിലേജ് ഉണ്ട്. പക്ഷേ ഒരു വ്യക്തി ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ആ രാത്രിയിൽ കിടന്ന് ഫുൾ ഉറങ്ങാനുള്ള ലിബർട്ടി അല്ലെങ്കിൽ പ്രിവിലേജ് ഇല്ല. ഓക്കെ, നോ റൈറ്റ് ഇൻ എനി പേഴ്സൺ ഈസ് ദ കോ റിലേറ്റീവ് ഓഫ് ലിബർട്ടിയുടെ കോ റിലേറ്റീവ് എന്താണ്? നോ റൈറ്റ് ആണ്. ഓക്കെ, വെൻ എ പേഴ്സൺ ഹാസ് ലിബർട്ടി ദർ വിൽ ബി നോ റൈറ്റ് ഇൻ അനദർ. ഒരു വ്യക്തിക്ക് ലിബർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേ വ്യക്തിക്ക് എന്തില്ല? റൈറ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് റോഡിൽ കൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ തടയാനുള്ള റൈറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തേതാണ് പവർ.
പവർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നിയമം വഴി ഇഫക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ലീഗൽ റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇറ്റ് റെഫർ ടു എൻ എബിലിറ്റി കംഫേർഡ് അപ്പോൺ എ പേഴ്സൺ ബൈ ലോ ടു ഇഫക്റ്റ് ലീഗൽ റിലേഷൻ ഇഫക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിയമം വഴി ഒരു വ്യക്തിക്ക് ഒരു എബിലിറ്റി കൺഫർ ചെയ്തിരിക്കുന്നു. അതിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്. ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാനുള്ള അധികാരം ഏജൻറ്റിനുണ്ടായിരുന്നു. ആരുടെ പേരിൽ? പ്രിൻസിപ്പാളിൻ്റെ ബിഹാഫിൽ. ഓക്കെ, പ്രിൻസിപ്പലിൻ്റെ ബിഹാഫിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു അധികാരം ആരിലുണ്ടായിരുന്നു? ഏജൻറ്റിലുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ഇവിടെ എന്താകുന്നു? അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിൻ്റെ പേരിലാണ് ഒരു കോൺട്രാക്റ്റിൽ ഏജൻറ്റ് എൻ്റർ ചെയ്തത് എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ അവിടെ തേർഡ് പേഴ്സണുമായിട്ട് ലയബിൾ ആകുകയാണ്. തേർഡ് പേഴ്സണിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഡാമേജ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു നഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? പ്രിൻസിപ്പൾ ഉത്തരവാദിത്വമുണ്ട് പ്രിൻസിപ്പളിന്. ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ആ കോൺട്രാക്റ്റിൽ ഉള്ള തേർഡ് പേഴ്സണെയാണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊരാളല്ല. ഈ കോൺട്രാക്റ്റിൽ ഏജൻറ്റ് ആരുമായിട്ടാണോ പ്രിൻസിപ്പളിന് വേണ്ടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് അയാളെയാണ്. മൂന്നാമതൊരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഏജൻറ്റിനുള്ള റൈറ്റിനെ അയാളുടെ പവർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മൂന്നാമതൊരു വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഏജൻറ്റിൻ്റെ റൈറ്റ് എന്താണ്? അത് അയാളുടെ പവറാണ്. പവറിൻ്റെ കോറിലേറ്റീവ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. അപ്പോൾ കോറിലേറ്റീവ് ലയബിലിറ്റി ഈസ് അപ്പോൺ ദ പ്രിൻസിപ്പൽ. ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്ന കോറിലേറ്റീവ് ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പ്രിൻസിപ്പാളിലാണ്. അപ്പോൾ പ്രിൻസിപ്പാളാണ് എന്ത്? തേർഡ് പേഴ്സണുമായിട്ട് ലയബിൾ. നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം ഒന്ന് ഇരുത്തി വായിച്ചാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ചെറിയ തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ വരും, പക്ഷേ ആ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കി ഒന്ന് കേട്ടതിന് ശേഷം ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇതെന്താണെന്ന് മനസ്സിലാവും. ഇമ്മ്യൂണിറ്റി എന്താണ്? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലീഗൽ റിലേഷൻ അല്ലെങ്കിൽ നിയമപരമായ ബന്ധത്തെ മറ്റൊരാൾ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നതിൽ നിന്നുള്ള ഫ്രീഡം. ഓക്കെ, എന്തിനാണ്? ഒരു വ്യക്തിക്കുള്ളൊരു ലീഗൽ റിലേഷൻ്റെ അകത്ത് മറ്റൊരു വ്യക്തി അഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഫ്രീഡത്തിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ കോറിലേറ്റീവ് എന്താണ്? ഡിസെബിലിറ്റി ആണ്. ഇമ്മ്യൂണിറ്റിയുടെ കോറിലേറ്റീവ് എന്താണ്? ഡിസെബിലിറ്റി ആണ്. ഒരു വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എഗനിസ്റ്റായിട്ട് മറ്റാർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി കഴിയത്തില്ല. ഇന്ത്യൻ പ്രസിഡൻറ്റിന് ക്രിമിനൽ ജൂറിസ്ഡിക്ഷനിൽ നിന്നുമുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമാറ്റ്സിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പോലീസിനോ മറ്റേതെങ്കിലും ക്രിമിനൽ കോടതികൾക്കോ പ്രസിഡൻറ്റിന് എഗനിസ്റ്റായിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് നടത്താനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം എന്താണ്? അവർ അത്രയ്ക്കൊരു ഹൈ പോസ്റ്റിലിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കൊടുത്തിരിക്കുകയാണ്? കുറച്ച് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന കുറേ ആളുകളുണ്ട്. ഓക്കെ, അവർക്ക് എഗനിസ്റ്റായിട്ട് ഒരു ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഇനി അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഹോഫീൽഡ്സ് ഡയഗ്രാം. ഹോഫീൽഡ് എന്തോ ചെയ്തു? ഈ 4 ക്ലാസസ് ഓഫ് റൈറ്റ്, ഏതൊക്കെയാണ് 4 ക്ലാസസ് ഓഫ് റൈറ്റ്? ക്ലെയിം, ലിബേർട്ടി, പവർ, ഇമ്മ്യൂണിറ്റി. ഈ 4 ക്ലാസസ് ഓഫ് റൈറ്റിനെയും അവരുടെ കോറിലേറ്റീവ്സിനെയും ഒരു ഡയഗ്രത്തിൻ്റെ ഫോമിലാക്കി. എന്നിട്ട് ഇവ തമ്മിലുള്ള ഈ 4 ക്ലാസ് ഓഫ് റൈറ്റ്സും അവരുടെ കോറിലേറ്റീവ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഈ ഡയഗ്രാം കാണാതെ പഠിക്കുക. ഈ ഡയഗ്രത്തിനെ ഒരു സിംപ്ലിഫൈഡ് മോഡിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുന്നേ ആരാണ് ഹോഫീൽഡ് എന്ന് നോക്കാം. ഹോഫീൽഡ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ലീഗൽ സ്കോളറാണ്. അയാൾ എന്തോ ചെയ്തു? ഹി ക്രിയേറ്റഡ് ഹിസ് ഡയഗ്രാം ടു ഷോ ദാറ്റ് ലീഗൽ റൈറ്റ്സ് ആർ നോട്ട് എലോൺ. ഈ ഡയഗ്രാം എന്തിനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ലീഗൽ റൈറ്റ്സ് തനിച്ചല്ല, അവരുടെ കൂടെ എന്തോ ഉണ്ട്, കറസ്പോണ്ടിങ് ഡ്യൂട്ടീസും ഉണ്ട്,
അതുപോലെ തന്നെ പിന്നെ ലയബിലിറ്റി, പവേഴ്സ് ഇതെല്ലാം തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹോഫീൽഡ് എന്തോ ചെയ്തു, ഈ ഡയഗ്രാം വഴി ഈ 4 പെയേഴ്സ് ഓഫ് ലീഗൽ റിലേഷൻഷിപ്പിനെയും അതുപോലെ തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടിനെയുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആയിട്ടുള്ള റൈറ്റ് നോക്കാം. റൈറ്റിൻ്റെ കോറിലേറ്റീവ് എന്താണ്, ഡ്യൂട്ടിയാണ്. എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു റൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബിക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഡ്യൂട്ടി കൂടെ ഉണ്ടായിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ റൈറ്റ് ടു ഗെറ്റ് യുവർ സാലറി, നിങ്ങൾക്ക് ജോലി ചെയ്ത് നിങ്ങളുടെ സാലറി കിട്ടാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയർക്ക് ആ സാലറി തരാനുള്ള എന്തുണ്ട്, ഡ്യൂട്ടി ഉണ്ട്. പ്രിവിലേജ് അല്ലെങ്കിൽ ലിബർട്ടിയുടെ കോറിലേറ്റീവ് എന്താണ്, നോ റൈറ്റ് ആണ്. എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബി ഹാസ് നോ റൈറ്റ് ടു സ്റ്റോപ്പ് എ. ബിക്ക് എന്തുണ്ട്, ബിക്ക് ഒരിക്കലും എയെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു റൈറ്റ് ഉണ്ട്. ഓക്കെ, ബി ഹാസ് നോ റൈറ്റ് ടു സ്റ്റോപ്പ് എ. എയെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആർക്കില്ല, ബിക്ക് ഇല്ല. എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് റോഡിൽ കൂടെ അല്ലെങ്കിൽ പബ്ലിക് പാർക്കിൽ കൂടെ ബീച്ചിൽ കൂടെ ഒക്കെ നടക്കാനുള്ള ലിബർട്ടി ഉണ്ടെന്ന് വെക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു അധികാരവും അല്ലെങ്കിൽ ഒരു റൈറ്റും ഇല്ല. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പവറാണ്. പവറിൻ്റെ കോറിലേറ്റീവ് ഏതാണ്, പവറിൻ്റെ കോറിലേറ്റീവാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലയബിലിറ്റിയിൽ എന്താണ് പറയുന്നത്, എ എന്ന് പറഞ്ഞ വ്യക്തിക്കൊരു പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബി ഈസ് ലയബിൾ ടു ബി അഫക്റ്റഡ് ബൈ ഇറ്റ്. ബി എന്താണ്, അതുവഴി അഫക്റ്റ് ആവുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എ ജഡ്ജ് ഹാസ് ദ പവർ ടു സെൻറ്റൻസ്. എ എന്ന് പറഞ്ഞ ജഡ്ജിന് എന്തുണ്ട്, ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ സെൻറ്റൻസ് കൊടുക്കാനുള്ള പവർ ഉണ്ടെന്ന് വിചാരിച്ചു. എ പേഴ്സൺ ഇൻ കോർട്ട് ഈസ് ലയബിൾ ടു ദാറ്റ് പവർ. ആർക്കാണോ ഈ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് അയാൾ എന്താകുകയാണ് ഇവിടെ, ആ ഒരു ഡിസിഷന് ലയബിൾ ആകുകയാണ്. ഓക്കെ, ജഡ്ജ് ഒരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കൊടുത്തെന്നുണ്ടെങ്കിൽ ആർക്കാണോ ആ സെൻറ്റൻസ് കൊടുത്തത് ആ വ്യക്തി ഇവിടെ എന്താകുന്നു, ലയബിൾ ആകുന്നു. ഇത് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റിയുടെ കോറിലേറ്റീവ് ഏതാണ്, ഡിസബിലിറ്റി ആണ്. എ ഹാസ് ഇമ്മ്യൂണിറ്റി, ബി ഹാസ് നോ പവർ ഓവർ എ. എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ബി എന്ന വ്യക്തിക്ക് എന്തില്ല, പവർ ഇല്ല. ഈ എയുടെ മുകളിൽ ഒരു പവറും ഉണ്ടായിരിക്കത്തില്ല, ഫുള്ളി ഇമ്മ്യൂൺ ആയിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് എ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഡിപ്ലോമാറ്റാണ്. എന്തുണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്. എന്തിൽ നിന്നും, അറസ്റ്റിൽ നിന്നും ഇമ്മ്യൂണിറ്റി ഉണ്ട്. പോലീസ് ഓഫീസേഴ്സിനെ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിപ്ലോമാറ്റ്സിന് അല്ലെങ്കിൽ പ്രസിഡൻറ്റും ഒക്കെ ആവാം, അവരെ ആരും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഹോഫീൽഡിൻ്റെ ഡയഗ്രം നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ്സ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ലീഗൽ റൈറ്റ്. ലീഗൽ റൈറ്റ് എന്താണ്, റിലേഷണലാണ്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാ റൈറ്റുകളും വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടായിരിക്കും, ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ പാർട്ടും കൂടെ എല്ലാ റൈറ്റിനും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ക്ലിയർ കൺഫ്യൂഷൻ ബിറ്റ്വീൻ ടേംസ്. ഈ റൈറ്റ്, പ്രിവിലേജ്, പവർ പോലെയുള്ള ടേംസിൽ നിന്നും ഒരു കൺഫ്യൂഷൻ മാറ്റിയിട്ട് അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ തരാൻ വേണ്ടി ഹോഫീൽഡിൻ്റെ ഡയഗ്രാം സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്.